കാശി മധുര ബാക്കി ഹേ എന്ന് പള്ളി പൊളിച്ചപ്പോൾ ഹിന്ദുത്വം വിളിച്ചു പറഞ്ഞാണ് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിതത് രാജ്യത്തിൻ്റെ നേട്ടമായിട്ടും ഹിന്ദുക്കളുടെ ആകെ ഉയർച്ചയായിട്ടുമൊക്കെ ഉദ്ഘോഷിക്കുന്നത് സർക്കാർ തന്നെയാണ്, BJP പ്രത്യേകമായും. എല്ലായിടത്തും ഇപ്പോൾ അത് പറയുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും പാർലമെൻറ്റിനകത്ത് പോലും അത് പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുദ്രാവാക്യത്തിലുള്ളതാണ് ഈ പറയുന്ന ഗ്യാൻവാപി പള്ളി. അതുകൂടി പൊളിക്കുക, അവിടെ ക്ഷേത്രം അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അതാണോ നിങ്ങൾ കാണുന്ന പുതിയ സ്വപ്നം, അടുത്ത സ്വപ്നം? അങ്ങനെ പറയരുത് സാർ. ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിനകത്ത് രാഷ്ട്രപതി പറഞ്ഞ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യത്തെ നമ്മളങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ വിജയമായിട്ട് കാണണ്ട. 140 കോടി ജനങ്ങളുടെയും ഒരു വിജയമായിട്ട് അതിനെ കണ്ടാൽ മതി, രാമക്ഷേത്രത്തിൻ്റെ വിജയത്തെ. അല്ലെങ്കിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ചിഹ്നമായിട്ട് ഞങ്ങളിപ്പോഴും രാമനെ കാണുന്നില്ല. രാമൻ ഒരു ഭാരതത്തിൻ്റെ ദേശീയ ഐക്കണാണ്. ആ ഐക്കണുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഉണർന്നതിനെയാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്. അതിന് കാരണമുണ്ട്. രാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് അടിത്തറ പാകിയ അർത്ഥത്തിലാണ് നയപ്രഖ്യാപന രേഖയിൽ രാഷ്ട്രപതി അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സംഘടനയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് കോടതി വിധി പറയുന്നു. ആ വിധി അനുസൃതമായിട്ട് 93 മുമ്പ് അവിടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആരാധിച്ചിരുന്നു. 1600 മുതൽ തന്നെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള അനുവാദം ആ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന എല്ലാ വസ്തുതകൾക്കും മേലും നിങ്ങൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വാദഗതികളുണ്ട്. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്, ഡയറക്റ്റ് ആണ്. ഗ്യാൻവാപിയിലെ പള്ളി പൊളിച്ചു മാറ്റി അതുകൂടി ക്ഷേത്രമാക്കി മാറ്റുക എന്നതാണോ BJP കിനാവു കാണുന്ന കാര്യം? അല്ല, BJPക്ക് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ച് പള്ളി പൊളിച്ച് അമ്പലമാക്കുന്ന അജണ്ടയായിട്ടല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സംഘടനയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കോടതി കാണട്ടെ. നിങ്ങൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെയല്ല സാർ. അത് മതപരമായ വിശ്വാസവും മതവും രാഷ്ട്രീയത്തെയും അത് അതിൻ്റെതായ രീതിയിൽ മാറ്റി നിർത്തുകയല്ലേ എല്ലാവർക്കും നല്ലത്. അല്ലാതെ ഞങ്ങളിപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും മതപരമായ വിശ്വാസത്തെ മതത്തിന്റെ വഴിക്ക് വിട്ടോട്ടെ എന്ന് BJP നേതാവ് പറയുന്നതിലെ കൗതുകം ഞാൻ അനുഭവിക്കുന്നതാ. ഇപ്പോൾ അത് വിട്ടേക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് അത് ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ബാബരി മസ്ജിദ് പൊളിച്ചതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും മാനസികമായും ധാർമ്മികമായും നൽകുന്ന ആളുകളാണല്ലോ നിങ്ങളുടെ തന്നെ നേതാക്കൾ. അത് പൊളിക്കാനുള്ള വലിയ രഥയാത്രയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നവരാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഗ്യാൻവാപി പള്ളി കൂടി ക്ഷേത്രമാക്കുക എന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള നിങ്ങളുടെ തുടർ സ്വപ്നമാണോ, അതോ അത് ഏതോ ഒരു കേസ് എന്തെങ്കിലും തീർപ്പാകട്ടെ എന്നാണോ? അല്ല നിഷാദേ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും BJPയുടെയോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം BJP ആണല്ലോ. അങ്ങനെ ഈ ഒരു സംവിധാനത്തെ കോടതി വ്യവഹാരത്തിലിരിക്കുന്ന ഒരു കാര്യത്തെ ഞങ്ങളിങ്ങനെ അവിടെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ പള്ളിയാണ് അല്ലെങ്കിൽ ക്ഷേത്രം പണിത് പള്ളി ക്ഷേത്രം പണിത് ആരെങ്കിലും പറഞ്ഞതായിട്ട് നിഷാദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം അനുസരിച്ച് കോടതി വ്യവഹാരങ്ങൾ അനുസരിച്ച് നടക്കട്ടെ. കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വൈകാരികമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇമോഷൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. അത് സ്വാഭാവികമായിട്ടത് പള്ളിയല്ലേ, നിങ്ങളുടെ പള്ളി പണിത് അമ്പലമാക്കുക, അത് സ്വാഭാവികമായി. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഒരു പള്ളി ഒരു മതിൽക്കെട്ടിന് അപ്പുറത്ത് ഇപ്പുറത്തും ഇരുന്ന് ഹിന്ദുവും മുസൽമാനും അപ്പുറത്ത് പ്രാർത്ഥിക്കട്ടെ, ഇപ്പുറം പൂജ നടക്കട്ടെ, അതിലെന്താ പ്രശ്നം? അതല്ലേ നടക്കേണ്ടത്. അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത്